ഹലോ ഗൈസ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 നിങ്ങൾ ഏത് ഐഫോൺ വാങ്ങണം എന്നതിനെ പറ്റിയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. നമുക്കിപ്പോൾ 3-4 ദിവസം മുമ്പേ iPhone 17 സീരീസ് ലോഞ്ച് ആയിരുന്നു. ഇനിയിപ്പം കുറച്ച് ദിവസത്തിൽ നമുക്ക് ബിഗ് ബില്യൺ ഡേ സെയിലും വരുന്നുണ്ട്. അതിൻ്റെ ഐഫോണിൻ്റെ ഓഫേഴ്സൊക്കെ റിവീൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും, നിങ്ങൾ iPhone 15 സീരീസിൽ നിന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം 15 സീരീസിലാണ് നമുക്ക് ത്രൂ ഔട്ട് ദ ലൈനപ്പ് നമുക്ക് ഹൈ മെഗാ പിക്സൽ ക്യാമറ, പിന്നെ ടൈപ്പ് സി പോർട്ട്, ഡൈനാമിക് ഐലൻഡ്, അങ്ങനെ എല്ലാ മോഡേൺ കാര്യങ്ങളും വരുന്നത് മനസ്സിലായി. അപ്പോൾ ബേസ് ഐഫോൺസിൽ iPhone 15 സ്റ്റാർട്ട് ചെയ്യുക, പ്രോ സീരീസിൽ 15 Pro സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫോൺസായിട്ട് നോക്കാം. ആദ്യം ബേസ് iPhone 15. ഇതിൽ നമുക്ക് ടൈപ്പ് സി വരുന്നുണ്ട്, 48 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക മാറ്റ് ഫിനിഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൊസസ്സർ A16 Bionic ആണ്, സ്റ്റിൽ ക്യാപ്പബിൾ ആണ്, മനസ്സിലാവും. ഈ ഫോണിൻ്റെ ഒരു സീൻ എന്ന് വെച്ചാൽ നമുക്കിതില്ല AI ഫീച്ചേഴ്സ്, ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് വരുന്നില്ല. കാരണം ഇതിൽ 6 GB റാമേ ഉള്ളൂ, 8 GB റാം വേണമെന്നാണ് ആപ്പിൾ പറയുന്നത്. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് AI ഫീച്ചേഴ്സ് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. സെയിലിൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല കേട്ടോ. ആമസോണിലായിരിക്കും, ഫ്ലിപ്കാർട്ടിലുള്ള പ്രൈസസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അണ്ടർ 45,000 അല്ലെങ്കിൽ അറൗണ്ട് 45,000 കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, നല്ലൊരു ഓപ്ഷനാണ്. സെയിൽ കഴിഞ്ഞാലും ഈ ഒരു പ്രൈസിലായിരിക്കും ഇത് കൺസിഡർ ചെയ്യുന്നത് വർത്തായിട്ടുള്ളത്. 16ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 15 തന്നെയാണ്. 15 കുറച്ചുകൂടെ എന്താ പറയുക ഒരു റിഫൈൻഡ് വെർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. 8 GB റാം അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. കുറച്ചുകൂടെ മോഡേൺ ഡിസൈനാണ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ക്യാമറ ലേഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പ്രൊസസ്സറിൽ നല്ലൊരു ജമ്പ് ഉണ്ട് കേട്ടോ. 15 16 വെച്ച് നോക്കുമ്പോൾ 15ൽ അവർ 14 Proയുടെ പ്രൊസസ്സറാണ് യൂസ് ചെയ്തത്. പക്ഷേ 16 വന്നപ്പോൾ അവർ സെയിം പ്രൊസസ്സർ തന്നെയാണ്. റെഗുലർ മോഡൽസിൽ A18 യൂസ് ചെയ്ത്, പ്രോ മോഡൽസിൽ A18 Pro യൂസ് ചെയ്ത്. അപ്പോൾ A18 എന്ന് പറയുമ്പോൾ A16 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ജമ്പുള്ള പ്രൊസസ്സറാണ്. നമുക്ക് AAA ഗെയിംസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ 16 സീരീസിൽ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ബെറ്റർ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് സെയിൽ 51,999 വരുമെന്നാണ് കാണിച്ചത്. കാർഡ് ഓഫർ കഴിഞ്ഞിട്ട് അതിനേക്കാളും മനസ്സിലായി 50 താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അറൗണ്ട് 50,000 ഡെഫിനറ്റ്ലി iPhone 16 നല്ലൊരു ഡീൽ തന്നെയാണ്, മനസ്സിലായി. ഇനി സെയിൽ കഴിഞ്ഞാലും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം, വേറെ സീനൊന്നുമില്ല. പക്ഷേ ബേസ് സ്റ്റോറേജ് 128 GB ആണ്, അത് iPhone 15 അങ്ങനെ തന്നെയാണ്. പിന്നെ രണ്ടിൻ്റെ ഡിസ്പ്ലേ അറിയാമല്ലോ, 60 Hz ആണ്, മനസ്സിലാവും. അപ്പോൾ 3-4 ദിവസം മുമ്പ് നമുക്ക് iPhone 17 ഇറങ്ങി. അപ്പോൾ അതിൽ ഫൈനലി നമുക്ക് 120 Hz വന്നിട്ടുണ്ട്. പിന്നെ ബേസ് സ്റ്റോറേജ് 256 GB ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് വന്നിട്ടുണ്ട്, മനസ്സിലായി. പിന്നെ പ്രൊസസ്സർ ഒബ്വിയസ്ലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, A19 ചിപ്പാണ് വരുന്നത്. പിന്നെ ക്യാമറയിലെ സെൻസേഴ്സിനും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഹൈ റെസൊല്യൂഷൻ 18 MB സെൽഫിയും കൂടെ വരുന്നത്. പിന്നെ സ്ക്വയർ ടൈപ്പ് സെൻസർ, അപ്പോഴും നിങ്ങൾക്ക് ഗ്രൂപ്പ് സെൽഫി ഒന്നും എടുക്കാൻ ഇനി ഫോൺ തിരിച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ 17 നല്ലൊരു അപ്ഗ്രേഡാണ്, 16 വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു അപ്ഗ്രേഡാണ് വരുന്നത്, മനസ്സിലാവും. പക്ഷേ പ്രൈസും കൂടുതലാണ്, ഇപ്പം ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 82,000 സംതിങ് ആണ്. കാർഡ് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് 77,000 അങ്ങനെ വരും. ഇപ്പോൾ 128 GB ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ പറയും എന്താ പറയുക 16 നല്ല വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ 256 GB വരുമ്പം അത് 60,000 റേഞ്ചിലല്ലേ വരത്തുള്ളൂ. പിന്നെ നമുക്ക് 17 ഓഫറൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക 77,000 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് GST ക്ലെയിം ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ വീണ്ടും വില കുറയും, വേറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 17 നോക്കാം, അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. കാരണം അത്ര ഒരു ഇമ്പ്രൂവ്ഡ് ഫോണാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി iPhone യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറയും 17 എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്കിപ്പം നിങ്ങളതിൽ 12, 13, 14 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് നല്ല വാല്യൂവിന് എന്താ പറയുക 17 കിട്ടും. നിങ്ങൾക്ക് ഭയങ്കര ഒരു അപ്ഗ്രേഡ് ഫീലും ആവും, മനസ്സിലാവും. പക്ഷേ പുതുതായിട്ട് iPhone എടുക്കുന്ന ആളെങ്കിൽ 16 എടുത്താലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായി. നിങ്ങൾക്ക് അറൗണ്ട് 50,000 128 വേരിയൻറ്റ് കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിരിക്കും, മനസ്സിലായി. ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളും എല്ലാം അതിലും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലസ് മോഡൽസ് ഉണ്ട്, iPhone 15 പ്ലസും 16 പ്ലസും ഒക്കെ. അത് ഞാൻ പറയും നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു വലിയ ബാറ്ററിയും വലിയ സ്ക്രീനും വേണമെങ്കിൽ മാത്രം, അഫോർഡബിൾ ആയിട്ട് കിട്ടുമെങ്കിൽ മാത്രം നോക്കുക, മനസ്സിലായി. ഇവിടെ iPhone 15 പ്ലസ് നിങ്ങൾക്ക് അറൗണ്ട് 50,000 കിട്ടുവാണെങ്കിൽ കൺസിഡർ ചെയ്യാം. 16 പ്ലസ് അണ്ടർ 60,000 കിട്ടുവാണെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വലിയ ബാറ്ററിയും വലിയ സ്ക്രീനും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി. ബജറ്റ് സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയെങ്കിൽ മാത്രം അത് നോക്കിയാൽ മനസ്സിലായി. ബാക്കി ഫീച്ചേഴ്സ് വൈസൊക്കെ റെഗുലർ മോഡൽസ് പോലെ തന്നെ ആയിരിക്കും ഇതും. പിന്നെ ഈ വർഷം അവർ 17 Air എന്നൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്, അത് നോക്കണ്ട കേട്ടോ. അത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ്. 1.2 lakhന് അവർ സ്ലിംനെസ് ടാർഗറ്റ് ചെയ്താണ് ഫോൺ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ബാക്കിയൊന്നുമില്ല, സിംഗിൾ ക്യാമറയും അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. സിനിമാറ്റിക് വീഡിയോ അങ്ങനെയൊന്നുമില്ല.
മനസ്സിലായി. ഒരുപാട് കോംപ്രമൈസ് നമുക്ക് ആ ഒരു സ്ലിം എന്നൊരു സംഭവത്തിന് വേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ S25 എഡ്ജ് ഇല്ലേ സാംസങ്ങിൻ്റെ, അതേ ഒരു സെറ്റപ്പാണ് ഇവിടെയും വരുന്നത്. സ്ലിം ടാർജറ്റ് ചെയ്യുമ്പോൾ ബാക്കി സ്പെക്സ് എല്ലാം ആ വഴിക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് iPhone 14 സെയിലിൽ ഒരു 40,000 രൂപ 39,999 കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൺസിഡർ ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ Type-C ഇല്ല, പിന്നെ ക്യാമറയിൽ നമുക്ക് ആ 48 MB സെറ്റപ്പ് ഒന്നും കിട്ടുന്നില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, മനസ്സിലായി. പിന്നെ 13 ഒക്കെ നല്ല പഴയതാണ്, അതൊന്നും ഇനി കൺസിഡർ ചെയ്യേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. iPhone 16, 16 Pro, 16 Pro Max, iPhone 14 ഈ ഡീൽസൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിലായിരിക്കും. എന്നാൽ ബിഗ് ബില്യൺ ഡേയ്സ് നമുക്ക് 22-ാം തീയതി തൊട്ട് പ്ലസ് മെമ്പേഴ്സിന് സ്റ്റാർട്ടാവും. 21 രാത്രി 12 മണിക്ക്. ബാക്കിയുള്ളവർക്ക് 23-നായിരിക്കും സ്റ്റാർട്ടാവുന്നത്. ആമസോൺ സെയിലിന് സെയിം ഡേറ്റ് തന്നെയാണ്. ഫ്ലിപ്കാർട്ടിലെ ആക്സസിൽ ICICI കാർഡിലായിരിക്കും ഡിസ്കൗണ്ട്. ആമസോണിൽ നമുക്ക് SBI കാർഡിലായിരിക്കും ഡിസ്കൗണ്ട് വരുന്നത്. ആമസോണിലാണ് നമുക്ക് iPhone 15 ഡീൽ വരുന്നത്. പിന്നെ 16e എന്നൊരു മോഡൽ ആപ്പിൾ ഇറക്കിയായിരുന്നു ഫെബ് സമയത്തെന്തോ. അപ്പോഴതും കൺസിഡർ ചെയ്യണ്ട കേട്ടോ, അതും ഒട്ടും വരത്തില്ല. അത് നിങ്ങൾക്ക് സെയിലിന് ഒരു മനസ്സിലാകുക, സെയിലൊക്കെ വന്ന് എന്തായാലും ഈ ഫ്ലിപ്കാർട്ടിലെ സെയിലും എന്തായാലും ഈ ഒരു സെയിലിൽ അത് വരുമെന്ന് തോന്നുന്നില്ല. ഫ്യൂച്ചറിൽ ഒരു അറൗണ്ട് 35,000 കിട്ടിയ ആ ഫോൺ നോക്കാം. അതിൻ്റെ മെയിൻ ക്യാമറ സെൻസർ ഭയങ്കര വീക്കാണ്, ഒരു ക്യാമറ വരുന്നുള്ളൂ, മനസ്സിലായി. അത് ഭയങ്കര ഒരു കോംപ്രമൈസ്ഡ് വെർഷനാണ്, അത് നോക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നീട് നമുക്ക് പ്രോ മോഡൽസിൻ്റെ കാര്യം നോക്കാം. ഞാൻ പറഞ്ഞല്ലോ 15 Pro തൊട്ട് തുടങ്ങുക. 15 Proയിൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട് കേട്ടോ. റെഗുലർ 15 ആണ് ഇല്ലാത്ത, കാരണം 15 Proയിൽ 8 GB റാം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, 15 Proയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ലാസ്റ്റ് പ്രോ ഫോണാണ്. പിന്നെ 3x ലെൻസ് വരുന്നുണ്ട്. ചിലർക്ക് ആ ഒരു 3x ഫോക്കൽ ലെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 Pro കൺസിഡർ ചെയ്യാം. പുതിയത് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു 160,000 ആ ഒരു റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നല്ല കണ്ടീഷനിലെങ്കിൽ 15 Pro നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി പ്രോ ഫോൺ 16 Pro തന്നെയായിരിക്കും. നമുക്ക് ഈ വരുന്ന സെയിലിൽ 70,000 ഫ്ലിപ്കാർട്ടിൽ അത് കിട്ടാൻ പോകുന്നത്. കാർഡ് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് അത് എത്ര പേർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 70,000 നല്ല കിട്ടില്ല പ്രൈസിങ് തന്നെയാണ്, മനസ്സിലായി. പിന്നെ 15 Pro തൊട്ടാണ് നമുക്ക് ലോഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റർ ആണെങ്കിൽ അത് ഒരു നല്ല സംഭവമാണ്. 16 Proയിൽ ഒബിയസ്ലി അതുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ 16 Pro എന്ന് പറയുമ്പോൾ 6.3 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്ന, 3x മാറ്റി 5x സൂം ലെൻസാണ് വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, മനസ്സിലായി. പക്ഷേ ഇപ്പം നമുക്കത് പുതിയത് കിട്ടും, സെയിലിലെ സമയത്ത് കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞും ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയും ഒരു 78,000 അല്ലെങ്കിൽ പുതിയ 17 Pro വെച്ച് നോക്കുമ്പോൾ 16 Proയിൽ 20,000 കുറച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം. അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലാവും. പിന്നെ ഈ 15 Proയുടെയും 16 Proയുടെ സീൻ എന്ന് വെച്ചാൽ ബേസ് സ്റ്റോറേജ് രണ്ടിലും 128 GB ആയിരിക്കും വരുന്നത്. പിന്നെ Pro Max ഫോൺ വരുന്നുണ്ട്, അതിൽ ബേസ് 256 GB ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോയിൻ്റെ തന്നെ വലിയ ബാറ്ററിയും വലിയ സ്ക്രീനുള്ള ഫോൺ വേണമെങ്കിൽ Pro Max കൺസിഡർ ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ 17 Proയും Pro Maxും ഉണ്ട്. ഒബിയസ്ലി അത് ഇപ്പോഴും എന്തായാലും ഭയങ്കര എക്സ്പെൻസീവ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഇന്ത്യൻ പ്രൈസ് പ്രോയുടെ 1,35,000. നേരത്തെ ഒരു 128 ആയിരുന്നു, പക്ഷേ 17 Pro തൊട്ട് ഞാൻ പറഞ്ഞല്ലോ 17 സീരീസ് തൊട്ട് എല്ലാ മോഡലിലും ഒരു ബേസ് സ്റ്റോറേജ് 256 GB തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, പുറത്തുനിന്ന് വേണ്ടി വരും, മനസ്സിലായി. 17 Pro 16 Proയും 17 Proയും വെച്ച് വ്യത്യാസം നോക്കുമ്പോൾ ഒബിയസ്ലി നമുക്ക് ഈ പുതിയ ആൻറ്റി റിഫ്ലക്റ്റ് ഡിസ്പ്ലേ ആ കാര്യങ്ങൾ എല്ലാ മോഡലിലും ഉണ്ട്, അത് വരുന്നുണ്ട്. പിന്നെ ടെലിഫോട്ടോ ലെൻസ് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് ക്യാമറ കമ്പാരിസണൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ക്യാമറയിൽ തന്നെ എന്താ പറയുക, നമുക്ക് ലോഗ് പോലത്തെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അത്രയ്ക്ക് ക്രിയേറ്റർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബെനിഫിഷ്യലായിട്ട് വരത്തുള്ളൂ. പിന്നെ പുതിയ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ 17 Proയിൽ, അപ്പോഴേ അത് പലർക്കും ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ 17 Pro Maxൽ അറൗണ്ട് 5,000 ബാറ്ററി ഒക്കെയാണ് ഇത്താണ് വരുന്നത്. പക്ഷെ അത് കാരണം ഫോൺ കുറച്ചുകൂടെ തിക്ക് ആയിട്ടുണ്ട് കേട്ടോ, തിക്കും വെയിറ്റും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ഉണ്ട്. പിന്നെ പഴയ പ്രോ മോഡൽസ് ഞാൻ പറയാം, എന്താ പറയുക, 15 Pro തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. 13 Pro 14 Pro അതെല്ലാം ഇനി എടുക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല, കാരണം 14 Proയിൽ Type-C ഇല്ല. പിന്നെ ക്യാമറയിലെ HDR പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് 15 സീരീസ് തൊട്ടാണ് ഇമ്പ്രൂവ് ആയത്, മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താ പറയുക, നമുക്ക് 13 സീരീസിലും 14 സീരീസിലൊക്കെ ഡിസ്പ്ലേ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, മനസ്സിലായി. അപ്പോഴും അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ല 14 Proയും അങ്ങനെ ഭയങ്കര ഗംഭീര ഡീലിനൊക്കെ 14 Pro അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം, മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഐഫോൺസ് 2025 കൺസിഡർ ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, വേറെ ഫോൺസിൻ്റെ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.